ബി.ജെ.പിയുമായി ഒരു ബന്ധവുമില്ല. പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീശാന്താണ്. ബി.ജെ.പിയുമായി ഇനി ഒരു ബന്ധത്തിനുമില്ല. ഇനി ശ്രദ്ധ കളിക്കളത്തിൽ മാത്രം. IPL ഒത്തുകളി വിവാദത്തെ തുടർന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് BCCI ഏർപ്പെടുത്തിയ ആജീവനാന്ത വിലക്ക് സുപ്രീം കോടതി നീക്കിയതിന് പിന്നാലെ താരം ശശി തരൂർ MP സന്ദർശിച്ചു. വിലക്ക് നീക്കിയതിൽ നന്ദി അറിയിക്കാനെത്തിയ ശ്രീശാന്ത് അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും ഉണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി 9:30-യോടെയാണ് തരൂരിന്റെ വസതിയിലെത്തി താരം നന്ദി അറിയിച്ചത്. വിലക്ക് നീക്കിയതിനു ശേഷം താൻ ആദ്യമായി കാണുന്നയാളാണ് തരൂരെന്നും ശ്രീശാന്ത് വ്യക്തമാക്കി. BCCI വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയും വിലക്ക് നീക്കാൻ BCCIയോട് ആവശ്യപ്പെട്ടതും തരൂരാണെന്നാണ് ശ്രീശാന്ത് വ്യക്തമാക്കുന്നത്. അതിന് നന്ദി പറയാനാണ് താൻ എത്തിയതെന്നായിരുന്നു താരം പറഞ്ഞത്. വ്യക്തി എന്ന നിലയിലും MP എന്ന നിലയിലും തരൂരിനോട് ഏറെ ആദരവും ബഹുമാനവും ഉണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ BJP സഖ്യത്തെക്കുറിച്ചും തരൂർ ആരാഞ്ഞു. അപ്പോഴാണ് തരൂരിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ BJPക്ക് വേണ്ടി മത്സരിച്ച് ശ്രീശാന്ത് തോറ്റിരുന്നു. എന്നാൽ ഇനി BJPയുമായി തനിക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ലെന്നും സജീവ രാഷ്ട്രീയത്തിലിറങ്ങാൻ ഉദ്ദേശമില്ലെന്നും അദ്ദേഹം തരൂരിനോട് വ്യക്തമാക്കി. ഇനി പൂർണ്ണമായും കളിയിൽ ശ്രദ്ധിക്കാനാണ് താല്പര്യമെന്നും ശ്രീശാന്ത് അറിയിച്ചു. ശ്രീശാന്തിന്റെ ഭാര്യയും ഫോണിലൂടെ തരൂരിനെ നന്ദി അറിയിച്ചു. ശ്രീശാന്തിനെതിരെ ഉണ്ടായിരുന്ന ആജീവനാന്ത വിലക്കാണ് സുപ്രീം കോടതി നീക്കിയിരിക്കുന്നത്. BCCI ഏർപ്പെടുത്തിയ വിലക്കാണ് കോടതി നീക്കിയത്. ശിക്ഷാ കാലാവധി പുനർനിർണയിക്കാൻ സുപ്രീം കോടതി BCCIയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. 3 മാസമാണ് ഇതിന് കോടതി നൽകിയിരിക്കുന്ന കാലാവധി. ശ്രീശാന്തിന്റെ വാദം കേട്ട് 3 മാസത്തിനകം തീരുമാനമെടുക്കണം. ക്രിമിനൽ കേസും അച്ചടക്ക നടപടിയും രണ്ടാണെന്നും രണ്ടിനെയും കൂട്ടിക്കെട്ടേണ്ടതില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ശ്രീശാന്തിനെ കുറ്റക്കാരനായി കണ്ടെത്തിയ BCCI നടപടി കോടതി ശരിവച്ചു. എന്നാൽ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്താനാകില്ലെന്ന് സുപ്രീം കോടതി വിധിക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ, KM ജോസഫ് എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് വിധി പറഞ്ഞത്. IPL വാതുവയ്പ് കേസിൽ ദില്ലി പാട്യാല കോടതി വെറുതെ വിട്ടെങ്കിലും ശ്രീശാന്തിന് BCCI ഏർപ്പെടുത്തിയ വിലക്ക് നീക്കിയിരുന്നില്ല. IPL ഒത്തുകളി വിവാദത്തെ തുടർന്ന് BCCI ഏർപ്പെടുത്തിയ വിലക്ക് ചോദ്യം ചെയ്ത് ശ്രീശാന്ത് നൽകിയ അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. വിലക്ക് ശരിവെച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീരുമാനത്തിന് എതിരായിരുന്നു ഹർജി. 2013-ലെ IPL വാതുവയ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ശ്രീശാന്തിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ശ്രീശാന്ത് ഒത്തുകളിച്ചതിന് തെളിവുണ്ടെന്നാണ് BCCIയുടെ കണ്ടെത്തൽ. അടിസ്ഥാനരഹിതമായ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലക്കെന്നും ഭീഷണിപ്പെടുത്തിയാണ് പോലീസ് ആദ്യ കുറ്റസമ്മതമൊഴി ലഭ്യമാക്കിയതുമെന്നായിരുന്നു ശ്രീശാന്തിന്റെ വാദം. അതേസമയം മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ BJPയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയിൽ നിന്നുമാണ് ഗൗതം ഗംഭീർ അംഗത്വം സ്വീകരിച്ചത്. പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദും സന്നിഹിതനായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളോടുള്ള താല്പര്യമാണ് തന്നെ BJPയിലേക്ക് അടുപ്പിച്ചതെന്ന് ഗംഭീർ പറയുന്നു. രാജ്യത്ത് ക്രിക്കറ്റ് ടീമിന് വേണ്ടിയാണ് ഇത്രയും നാളും പ്രവർത്തിച്ചത്. ഇനി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് തീരുമാനമെന്നും ഗംഭീർ അറിയിച്ചു. ഗംഭീറിന്റെ BJP പ്രവേശനം പാർട്ടിക്ക് മുതൽക്കൂട്ടാണ്. കഴിവുള്ള ക്രിക്കറ്റ് താരമായിരുന്നു അദ്ദേഹം. ഗംഭീറിന്റെ കഴിവ് പൊതുപ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാമെന്നും കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറയുന്നു. പുൽവാമ ഭീകരാക്രമണത്തിൽ മരിച്ച സൈനികരുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഏറ്റെടുക്കുമെന്നതായി ഗംഭീർ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ക്രിക്കറ്റിലെ 2 പ്രഗത്ഭർ, ഒരാൾ കോൺഗ്രസിലേക്ക് ചുവടുവെക്കുന്നു എന്ന സൂചനയും മറ്റൊരാൾ BJP അംഗത്വം സ്വീകരിച്ചു എന്ന സൂചനയും, രണ്ടും ഞെട്ടിയിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.